അതെ, ഈ മാംഗോ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ റെസിപ്പീസ് നമുക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണാമല്ലേ. അപ്പോൾ അതിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതിൽ പെട്ടൊന്നാണ് മാംഗോ ബാങ്കോ. അപ്പോൾ ഇന്ന് നമുക്ക് മാംഗോ ബാങ്കോ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ ഈ മാംഗോ ബാങ്കോനെ പോലെ തന്നെ മാംഗോ സാഗോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് ഇത്രയും കാലമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെന്തെങ്കിലും ആവട്ടെ, ഇന്ന് നമുക്ക് മാംഗോ ബാങ്കോ ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അതിനായിട്ട് 2 മാങ്ങ എടുത്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ വേണ്ട മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ സാബൂനരി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സാബൂനരി എന്ന് പറയും, ചിലയിടക്ക് ചവരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാബൂനരി നന്നായി ഒരു ഗ്ലാസ് മാതിരി ആയി വരുന്ന രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാബൂനരിയും കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് മിൽക്ക് മെയ്ഡ് പിന്നെ കുറച്ച് മാംഗോ പൾപ്സൊക്കെ എടുത്തിട്ട് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി ഈ ഡെസേർട്ട് ഉണ്ടല്ലേ, കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ ക്ഷമിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കോക്കനട്ട് ജെല്ലിയൊക്കെ ഇട്ട് കൊടുക്കാമല്ലേ. ഇപ്പം ഞാനതൊന്നും ഇടുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ഐസ്ക്രീം ബാക്കി ഉണ്ടായതുകൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.